ഹലോ, ഇന്ന് നമ്മളിവിടെ ഒരു മിക്സറാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ ഒരു 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടാതെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിലേക്ക് ഈ മാവിനെ ആക്കിയെടുക്കുക. ഞാനിവിടെ മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് മാറ്റി വെക്കാം. അതിനു മുന്നേ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും ജീരകവും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് തിളച്ച എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് കളറ് മാറുന്നവരെ മൂപ്പിച്ചാൽ മതി. ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഈ തിളച്ച എണ്ണയിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ടരുത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മാവ് നമുക്ക് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മാവൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.